കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ? നമുക്ക് മാന്ത്രിക കഴുതയുടെ കഥ കേട്ടാലോ? കഴുതയെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എന്താണ് ഓടിയെത്തുന്നത്? കാര്യം സാധിക്കുന്നതിനായി ഏത് കഴുതക്കാലും പിടിക്കണം എന്ന പഴഞ്ചൊല്ലാണല്ലേ. പക്ഷെ ഇവിടെ കഴുതയുടെ വാല് പിടിക്കുന്ന ഒരു കഥയാണ്. എന്താ കഥയെന്ന് നമുക്കറിയണ്ടേ? ശരി, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഒരിക്കൽ അക്ബർ തൻ്റെ രാജ്ഞിക്ക് ഒരു വിലയേറിയ മാല സമ്മാനിച്ചു. രാജ്ഞി അത് സുരക്ഷിതമായി തൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ദിവസം ആ മാല നഷ്ടപ്പെട്ടു. രാജ്ഞിക്ക് അത് കണ്ടെത്താനും കഴിഞ്ഞില്ല. അപ്പോഴാണ് അക്ബർ അറിഞ്ഞത് കൊട്ടാരത്തിൽ നിന്ന് മാല മാത്രമല്ല, വിലപിടിപ്പുള്ള മറ്റു ചില വസ്തുക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതായിട്ടുണ്ട്. മോഷ്ടാവിനെ കണ്ടുപിടിക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹം ബീർബലിനെ വിളിച്ചു. മോഷണ രഹസ്യം പരിഹരിക്കാൻ ബീർബൽ ഒരു കഴുതയെ കൊണ്ടുവന്നു. അതിനെ ഒരു കൂടാരത്തിനുള്ളിൽ കെട്ടിയിട്ടു. സംശയിക്കപ്പെടുന്ന ഓരോരുത്തരോടും കൂടാരത്തിനുള്ളിൽ ഒറ്റയ്ക്ക് പോയി കഴുതയുടെ വാലിൽ പിടിക്കാൻ ആവശ്യപ്പെട്ടു. ഇതൊരു മാന്ത്രിക കഴുതയാണെന്നും കള്ളനാണ് വാലിൽ പിടിക്കുന്നതെങ്കിൽ കഴുത അവനെ തിരിച്ചറിഞ്ഞ് നല്ല അടി നൽകുമെന്നും ബീർബൽ പറഞ്ഞു. എല്ലാവരും ബീർബലിന്റെ നിർദ്ദേശം പാലിച്ചു. ബീർബൽ പുറത്തിറങ്ങി വന്ന ഓരോരുത്തരുടെയും കൈകൾ മണത്തു നോക്കി. അങ്ങനെ ഒരാളുടെ അടുക്കലെത്തിയപ്പോൾ അവനോട് പറഞ്ഞു, നീയാണ് മോഷ്ടാവ്. അയാൾ കുറ്റം സമ്മതിച്ചു. അക്ബർ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം ബീർബലിനോട് ചോദിച്ചു, ബീർബൽ, താങ്കൾ എങ്ങനെയാണിത് കണ്ടെത്തിയത്? പ്രഭു, ഞാൻ കഴുതയുടെ വാലിൽ ശക്തമായ ഒരു സുഗന്ധം പുരട്ടിയിട്ടുണ്ടായിരുന്നു. കഴുതയുടെ വാലിൽ പിടിച്ച എല്ലാവരുടെയും കയ്യിൽ ആ ഗന്ധമുണ്ടായിരുന്നു. എന്നാൽ മോഷ്ടാവിൻ്റെ കയ്യിൽ ആ ഗന്ധമില്ലായിരുന്നു. താൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് മോഷ്ടാവ് കഴുതയുടെ വാലിൽ തൊട്ടില്ല. ബീർബലിന്റെ മറുപടി കേട്ട അക്ബർ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയെ പ്രശംസിച്ചു. മോഷ്ടാവിന് തക്ക ശിക്ഷ നൽകാൻ ഉത്തരവിട്ടു. രാജ്ഞിയുടെ മാല തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ബീർബലിന് ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ മാന്ത്രിക കഴുതയുടെ കഥ ഇഷ്ടമായോ? ശരി, വീണ്ടും അടുത്ത കഥയുമായി ഉടനെ വരാം.